पहला इम्तिहान फरिश्तों का, दूसरा इम्तिहान अंबिया का है कि नबी को हुक्म देकर भेजा है कि ये करना है, कि ये करना है। जी हाँ, तो नबी अल्लाह का हुक्म पूरा करने में ये नहीं देखते कि कोई इनकी बात मानता है कौन नहीं मानता। फस्दा बिमा तुअमर, कि आप खुलकर दावत दीजिए उस काम की जिसको करने के लिए आपको हुक्म दिया गया है। जी हाँ, फस्दा बिमा तुअमर वअरिद अनिल मुशरिकीन, कि आप तो खुलकर दावत दीजिए जिस काम करने का आपको हुक्म दिया गया है। वअरिद अनिल मुशरिकीन, और न मानने वालों से भिड़िए मत, अपना काम कीजिए। और अगर आपको इसका अंदेशा है कि लोग दो काम करेंगे आपके साथ, एक तो लोग आप पर हंसेंगे और एक आपको कदर करना चाहेंगे। हाँ, दो किस्म के लोग होंगे, एक आप पर हंसने वाले और एक आपको खत्म करने वाले। तो अल्लाह ने फरमाया दोनों की तरफ से हम काफी हैं, दोनों की तरफ से हम काफी। अल्लाह फरमा रहे इन्ना कफैना कल मुस्तहज़ीन, आप तो खुलकर दावत दीजिए और आपकी बात पर हंसने वालों के लिए हम काफी हैं। अगर आपको अंदेशा है कि आपको कत्ल कर देंगे तो वल्लाहु यासिमुका मिनन नास, कि अल्लाह आपको बचाएंगे लोगों से। आप अपना काम करते रहिए, अपना काम करते रहिए। जी हाँ, सुनो, ഇത്തരത്തിൽ ആദ്യത്തെ പരീക്ഷണം മലക്കുകളുടെ മേലായിരുന്നു. അതിനുശേഷം നബിമാരുടെ മേൽ പരീക്ഷണമുണ്ടായി. അല്ലാഹു തആല നബിമാർക്ക് കൽപ്പന കൊടുത്തയക്കുമായിരുന്നു, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ പ്രവർത്തിക്കണം, ഇന്നത് പറയണമെന്ന്. എന്നാൽ നബിമാർ ആരാണോ നമ്മുടെ വാക്കുകൾ അനുസരിക്കുന്നത്, അംഗീകരിക്കുന്നത്, ആരനുസരിക്കുന്നില്ലയോ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. ഇതൊന്നും ശ്രദ്ധിക്കാതെ അള്ളാഹുവിൻ്റെ കൽപ്പനയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കൽപ്പനയെ അവർ പൂർത്തിയാക്കുമായിരുന്നു. താങ്കളോട് എന്താണോ കൽപ്പിച്ചത് അത് താങ്കൾ പൂർത്തിയാക്കി. ഏതൊരു കൽപ്പനയാണോ അല്ലാഹു തആല തന്നത് അതിനെ പരസ്യമായ നിലയിൽ നിങ്ങൾ ദഅവത്ത് ചെയ്തുകൊള്ളിൻ. ഈ നിലയിൽ നബിമാരോട് അല്ലാഹു തആല കൽപ്പിക്കുമായിരുന്നു. താങ്കളോട് കൽപ്പിച്ച കാര്യം താങ്കൾ പരസ്യമായ നിലയിൽ, ധൈര്യമായ നിലയിൽ താങ്കൾ ദഅവത്ത് ചെയ്തിൻ. അതിൻ്റെ പേരിൽ താങ്കൾ മുശ്രിക്കീങ്ങളുടെ, അനുസരിക്കാത്ത ആൾക്കാരുടെ വാക്കുകളൊന്നും താങ്കൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ധൈര്യമായ നിലയിൽ നിങ്ങൾ ദഅവത്ത് ചെയ്തുകൊള്ളിൻ. അടുത്ത പരീക്ഷണം നബിമാർക്കുള്ളതായിരുന്നു. രണ്ടാമത്തെ പരീക്ഷണം, നബിമാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പന കൊടുത്തു, നിങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കണം, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അള്ളാഹുവിൻ്റെ കൽപ്പന പൂർത്തിയാക്കുന്നതിൽ ആരുടെയും വിമർശനമോ, ആരെങ്കിലും അനുസരിക്കുന്നുണ്ടോ, ആരെങ്കിലും അനുസരിക്കുന്നില്ലയോ ഇതൊന്നും നോക്കാറില്ല. അല്ലാഹു തആല കൽപ്പിച്ചു, താങ്കളോട് കൽപ്പിച്ച കാര്യം താങ്കൾ പരസ്യമായി ദഅവത്ത് ചെയ്യുക. അതിൽ അനുസരിക്കാത്ത, അംഗീകരിക്കാത്ത ആൾക്കാരെ വിട്ടുകളഞ്ഞിരിക്കുക. താങ്കളുടെ സ്വന്തം ജോലി ചെയ്യുക. ഇനി എന്തെങ്കിലും സംഭവിക്കുമെന്ന് ആശങ്കപ്പെടുകയാണെങ്കിൽ ഒരുപക്ഷെ താങ്കളുടെ രണ്ട് രീതിയിൽ അവർ പെരുമാറിയേക്കും. ഒന്ന് താങ്കളെ കളിയാക്കി ചിരിക്കും, മറ്റൊന്ന് താങ്കളെ വധിക്കാൻ അവർ ആഗ്രഹിക്കും. അതെ, രണ്ട് രീതിയിലുള്ള ആൾക്കാരുണ്ടാകും. ഒന്ന് താങ്കളെ കളിയാക്കി ചിരിക്കുന്നവർ, ഒന്ന് താങ്കളെ നശിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ. അള്ളാഹു പറഞ്ഞു, ഈ രണ്ട് തരക്കാരെ തൊട്ടും നാം മതിയായവനാണ്. അള്ളാഹു തആല പറയുന്നു, ഈ രണ്ട് തരക്കാരെ തൊട്ടും നാം മതിയായവനാണ്. താങ്കൾ പരസ്യമായി ദഅവത്ത് ചെയ്തുകൊള്ളിൻ, താങ്കളെക്കുറിച്ച് ചിരിക്കുന്നവർക്ക് വേണ്ടി നാം മതിയായവനാണ്. അള്ളാഹു തആല പറഞ്ഞു, താങ്കളെ വധിച്ചു കളയുമെന്ന് ആശങ്കയുണ്ടെങ്കിൽ അള്ളാഹു തആല താങ്കളെ ജനങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതാണ്. താങ്കൾ താങ്കളുടെ സ്വന്തം ജോലി അത് ചെയ്തുകൊണ്ടേയിരിക്കും. കേൾക്കും, ഞാനൊരു കാര്യം പറയുകയുണ്ടായി. ഈ മാർഗത്തിൽ കടുത്ത പരീക്ഷണമുണ്ടാകും. ഇത് നബിമാർക്കുള്ള പരീക്ഷണമാണ്. നബിമാരുടെ പരീക്ഷണങ്ങളിൽ തങ്ങളുടെ ആഗ്രഹങ്ങളുടെ പരീക്ഷണമാണ്. കൽപ്പനയുടെ മുന്നിൽ സ്വന്തം ആഗ്രഹങ്ങളെ ത്യജിക്കേണ്ടി വരും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അള്ളാഹു കൽപ്പന കൊടുത്തു സ്വന്തം മകനെ അറുക്കാൻ. എന്തിനു വേണ്ടിയാണ് ചോദ്യം? എന്തിനാണ് ഇങ്ങനത്തെ കൽപ്പന? ഇതൊന്നും ചോദ്യമല്ല. ഇബ്ലീസ് നിഷേധിച്ചതും കൽപ്പനയല്ല. കൽപ്പനയെ ഇബ്ലീസ് നിഷേധിച്ചിട്ടില്ല.
ശ്രദ്ധിച്ച് കേൾക്കിൻ, അവൻ്റെ നിഷേധത്തിൻ്റെ യാഥാർത്ഥ്യം, അതിൻ്റെ ഹഖീഖത്ത്, എൻ്റെ മേൽ അതിക്രമമുണ്ടാകുന്നു, എൻ്റെ അന്തസ്സിന് യോജിക്കാത്ത കൽപ്പന. ഇങ്ങനെയാണ് അവൻ്റെ ചോദ്യം ചെയ്യൽ. എൻ്റെ എന്തിനാണ് ഈ കൽപ്പന? എനിക്കതറിയണം. ശൈത്താൻ പറഞ്ഞു, ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, എന്നോട് എന്തിന് ഇങ്ങനെ കൽപ്പിച്ചു? അനുസരണക്കേടിൻ്റെ കാരണം എന്താണ്? എന്നോട് എന്തിനാണ് ഈ പെരുമാറ്റം? ഞാൻ ഇവനേക്കാളും പഴയ ആളാണല്ലോ, ഇവനേക്കാളും നല്ലവനാണ് ഞാൻ, ഇവൻ പുതുതായി വന്നവനാണല്ലോ, ഞാൻ ഉന്നതനാണ്, ഉത്തമനാണ്, ഇവൻ അധമനാണ്, താഴെത്തട്ടിലുള്ളവനാണ്, എന്നോട് ഈ അതിക്രമം എന്തുകൊണ്ടാണ്? നമ്മളൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അള്ളാഹു ഈ തരത്തിൽ പരീക്ഷിക്കാറുണ്ട് അംബിയ അലൈഹിമുസ്സലാമിനെ. മകനെ അറുക്കുക, പെട്ടെന്ന് കൽപ്പന പൂർത്തിയാക്കുക. അദ്ദേഹം കൽപ്പന പൂർത്തിയാക്കി. ഇബ്രാഹിം നബി അലൈഹി സ്വലാം കൽപ്പന പൂർത്തിയാക്കി. അള്ളാഹു സുബ്ഹാനഹു തആല എന്ത് ചെയ്തു? അള്ളാഹു സുബ്ഹാനഹു തആല മകനെ രക്ഷിച്ചു. അതിന് പകരമായിട്ടൊരു ആടിനെ കൊടുത്തു. അള്ളാഹു പറയുന്നു, കൽപ്പന പൂർത്തിയാക്കുന്നവരെ നാം പാഴാക്കുകയില്ല, അവരെ ഞാൻ കൈയൊഴിയുകയില്ല. കൽപ്പന പൂർത്തിയാക്കുന്നവരെ നാം പാഴാക്കുകയില്ല. അതുകൊണ്ട് കൽപ്പന പൂർത്തിയാക്കുക. കൽപ്പനയുടെ കാരണം ചോദിക്കരുത്. ഇതെന്തിനാണ് ഈ കൽപ്പന തന്നത് എന്നൊന്നും നാം അന്വേഷിക്കാൻ പാടില്ല. കൽപ്പന പൂർത്തിയാക്കുക, അത്രയേ ഉള്ളൂ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം കൽപ്പന പൂർത്തിയാക്കുന്നതിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ രക്ഷപ്പെടുത്തി. എന്നാൽ ലോകത്തെ മുഴുവൻ കുട്ടികളും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് കിട്ടി. മുഴുവൻ ദുനിയാവിലും ഏതൊരു കുട്ടി ജനിച്ചാലും പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് മരിച്ചാൽ ആ മുഴുവൻ കുട്ടികളും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കലാണ്. താങ്കൾ നമുക്ക് വേണ്ടി ഒന്നിനെ ഖുർബാൻ ചെയ്തു, അതിനെ മറക്കേണ്ടി വന്നില്ല. നാം മുഴുവൻ ലോകത്തെയും കുട്ടികളെ നിങ്ങൾക്ക് തരുന്നു, എടുത്തോളി. എത്ര കുട്ടികളായിരിക്കും? മുഴുവൻ ലോകത്തെയും കുട്ടികൾ. ഏതൊരു കുട്ടിയുടെ ജീവൻ വീണതിന് ശേഷം മുതൽ പ്രായപൂർത്തി വരെ അതിനിടയിൽ മരിച്ചാൽ ദുനിയാവിൽ അവർ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുക്കൽ പോയി. താങ്കൾ നമുക്ക് വേണ്ടി ഒന്നിനെ ഖുർബാൻ ചെയ്തു, അതിനെ മറക്കേണ്ടി വന്നില്ല. നാം മുഴുവൻ ലോകത്തെയും കുട്ടികളെ നിങ്ങൾക്ക് തരുന്നു, എടുത്തോളി. എത്ര കുട്ടികളായിരിക്കും? മുഴുവൻ ലോകത്തെയും കുട്ടികൾ. ഏതൊരു കുട്ടിയും ജീവൻ വീണതിന് ശേഷം പ്രായപൂർത്തിയാകുന്നത് വരെ, റൂഹ് വീണതിന് ശേഷം പ്രായപൂർത്തിയാകുന്നത് വരെ ഇതിനിടയിൽ മരിച്ചാൽ ദുനിയാവിൽ അവർ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുക്കൽ പോയി. ആടെടുക്കൽ അതെ മുഴുവൻ ദുനിയാവിലെയും കുട്ടികളെല്ലാം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനാണ് കിട്ടുന്നത്. നിങ്ങൾ നമുക്ക് വേണ്ടി ഒന്നിനെ ഖുർബാൻ കൊടുത്തു, നാം അവനെയും രക്ഷിച്ചു, മുഴുവൻ ദുനിയാവിലെയും കുട്ടികളെയും നിങ്ങൾക്ക് തന്നു. കൽപ്പനയുടെ മുന്നിൽ നമ്മൾ ഖുർബാൻ ആകുക, നമ്മൾ അർപ്പിക്കാൻ തയ്യാറാകുക. ഞാൻ പറഞ്ഞത് ഇതൊരു പരീക്ഷണമാണ്. ഇതുപോലുള്ള ഒരു പരീക്ഷണമാണ് ഇതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയോട് പറഞ്ഞു, പോയി നിൻ്റെ വാപ്പായുടെ തല വെട്ടിയെടുത്തുകൊണ്ട് വരിക. ഈ സഹാബി കേട്ടപാടെ ഓടാൻ തുടങ്ങി, അത് അനുസ്ഫൂർത്തിയാക്കാൻ വേണ്ടി. ചോദിച്ചില്ല എന്തിനാണ് ഈ കൽപ്പനയെന്ന്. എവിടെ പോവുകയാണ്? ഞാൻ കൽപ്പന പൂർത്തിയാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. തങ്ങളോട് ചോദിച്ചില്ല എന്തിനാണ് ഈ കാരണം, എൻ്റെ വാപ്പ എന്ത് തെറ്റ് ചെയ്തു ഇങ്ങനെ വാപ്പായുടെ തല വെട്ടിമാറ്റാൻ? ഇതൊന്ന് പറഞ്ഞാൽ മാത്രം മതി, കൽപ്പനയെ ഞാൻ നിഷേധിക്കുന്നില്ല, ഞാൻ അനുസരിക്കാൻ തയ്യാറാണ്, വാപ്പ എന്ത് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ മതി. ഇതൊന്നും ചോദിച്ചില്ല അത് സഹാബി. പെട്ടെന്ന് ഓടി അതിനെ പൂർത്തിയായി. തങ്ങൾ ചോദിച്ചു, എങ്ങോട്ടാണ് ഓടുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ കൽപ്പന അനുസരിക്കാൻ പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വേണ്ട, ഇങ്ങോട്ട് വാ. നമ്മെ ബന്ധങ്ങളെ ചേർക്കാനാണ് അയക്കപ്പെട്ടിരിക്കുന്നത്, ബന്ധങ്ങളെ മുറിക്കാനല്ല. നമ്മെ അയക്കപ്പെട്ടിരിക്കുന്നത് ബന്ധങ്ങളെ ചേർക്കാനാണ്, ബന്ധങ്ങളെ മുറിക്കാനല്ല. ഞാൻ കാണാൻ ആഗ്രഹിച്ചത് നമ്മളോടാണോ സ്നേഹം കൂടുതൽ, അതോ പിതാവിനോടാണോ സ്നേഹം കൂടുതൽ? മുഹബത്ത് ആരോടാണ് കൂടുതൽ? നമ്മളോടാണോ കൂടുതൽ, അതോ വാപ്പായോടാണോ കൂടുതൽ? ഇത് നോക്കാൻ ആഗ്രഹിച്ചതാണ്. അങ്ങനെ അദ്ദേഹം ആ സഹാബി ആ പരീക്ഷയിൽ വിജയിച്ചു. ഇത്തരത്തിലുള്ള സഹാബാക്കളുടെ
അനുസരണയുടെ സംഭവങ്ങൾ അനവധിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ വരുന്നത് അടിമകളെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഒരു പതിവ് നടക്കുകയായിരുന്നു, ബൈത്തുൽ മുഖദ്ദസിൻ്റെ നേരെ തിരിഞ്ഞ് നിസ്കരിക്കുന്ന ഒരു പതിവ്. നമസ്കാരത്തിൻ്റെ ഖിബല ബൈത്തുൽ മുഖദ്ദസിൻ്റെ നേരെയായിരുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു ബൈത്തുള്ളാഹിയുടെ നേരെ തിരിയാൻ. എന്തുകൊണ്ടാണ്? അള്ളാഹു പറയുന്നു, ഇതിനു വേണ്ടി മാത്രമാണ് നാം നോക്കാൻ ആഗ്രഹിക്കുന്നു ആരാണ് റസൂലിനെ അനുസരിക്കുന്നത്, ആരാണ് അനുസരിക്കാത്തത്. ഈ കാര്യം നോക്കാൻ വേണ്ടി നാം ആഗ്രഹിക്കുകയാണ്. നാം നോക്കാൻ ആഗ്രഹിക്കുന്നു ആരാണ് റസൂലിനെ അനുസരിക്കുന്നത്, ആരാണ് അനുസരിക്കാത്തത്. അത് ഈ കൽപ്പന വന്നത് നമസ്കാരത്തിൻ്റെ ഇടയിലാണ്. ളുഹറിൻ്റെ നമസ്കാരം നടക്കുകയായിരുന്നു. ളുഹറിൻ്റെ ഇടയിൽ കൽപ്പന വന്നു. 2 റക്അത്ത് നമസ്കാരം കഴിഞ്ഞിരുന്നു. 2 റക്അത്ത് നമസ്കാരം ബാക്കിയുണ്ട്. അതിൻ്റെ ഇടയിൽ കൽപ്പന വന്നു. നമസ്കാരം എങ്ങനെയുള്ള ഒരു ഇബാദത്താണ്? അതിനിടയിൽ നിർത്തിവെക്കലില്ല, തുടർച്ചയായിട്ട് ആ അമൽ പൂർത്തിയാക്കലാണ്. നമസ്കാരത്തിൻ്റെ അമൽ തുടർച്ചയായുള്ളതാണ്. നമസ്കാരത്തിൻ്റെ അമൽ തുടർച്ചയായിട്ട് പൂർത്തിയാക്കേണ്ടതാണ്. ഇങ്ങനെയും ചെയ്തില്ല, ഇപ്പോൾ ളുഹർ നമസ്കരിച്ച് അതിനെ പൂർത്തിയാക്കാം, അസറിൻ്റെ സമയത്ത് അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിക്കാം, അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോയില്ല. കൽപ്പന പൂർത്തിയാക്കുക, ഉടനെ കൽപ്പന അനുസരിക്കുക. ഇത്താഅത്ത് എന്ന് പറയുന്നത് ഇതിനെയാണ്, അനുസരണം എന്ന് പറയുന്നത് ഇതിനെയാണ്. മൗലാന ഇല്യാസ് സാബ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുമായിരുന്നു, ഈ പരിശ്രമത്തിൽ ആരെത്രത്തോളം സുന്നത്തിൽ നിഷ്ഠ കാണിക്കുമോ, എത്രത്തോളം സുന്നത്തിനെ പിൻപറ്റുമോ, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും അത്രത്തോളം ഈ പരിശ്രമത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്നതായിരിക്കും. ഇത്തിബാ സുന്നത്ത്, എന്തുകൊണ്ടെന്നാൽ സുന്നത്തിനെ പിൻപറ്റൽ കൂടാതെ, സുന്നത്തിനെ അനുസരിച്ച് ജീവിക്കാതെ നമുക്ക് നമ്മളെ മാതൃകകളാക്കി അവതരിപ്പിക്കാൻ കഴിയുകയില്ല. ആൾക്കാർ വിചാരിക്കുന്നത് എന്താണ്? നമ്മൾ പ്രവർത്തനത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, കാണിച്ചു കൊടുക്കണം. തബ്ലീഗ് കൊണ്ട് ആൾക്കാർ വിചാരിക്കുന്നു പ്രവർത്തനം പറഞ്ഞു കൊടുക്കലാണ്. അങ്ങനെ പ്രവർത്തകർ വിചാരിക്കുകയാണ് നമ്മുടെ ഉത്തരവാദിത്തം പ്രവർത്തനം പറഞ്ഞു കൊടുക്കലാണെന്ന്. ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം, പ്രവർത്തനം കാണിച്ചു കൊടുക്കലല്ല, എന്നാൽ ദീൻ കാണിച്ചു കൊടുക്കലാണ്. ദീൻ കാണിച്ചു കൊടുക്കലാണ്. ദീൻ, ഉമ്മത്തിന് പ്രാവർത്തികമായ ദീൻ നമ്മൾ കാണിച്ചു കൊടുക്കണം. ഉമ്മത്തിന് അമലി ദീൻ കാണിച്ചു കൊടുക്കലാണ് യഥാർത്ഥ ദഅവത്ത്. എപ്രകാരം യഥാർത്ഥ ദഅവത്ത് വരുന്നവർക്ക് ആഹാരം കൊടുക്കലാണോ? യഥാർത്ഥ ദഅവത്ത് വരുന്ന ആൾക്കാർക്ക് നമ്മൾ ആഹാരം കൊടുക്കുന്നതാണ് യഥാർത്ഥ ദഅവത്ത്. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. തർഗീബ്, അതിനുള്ള പ്രേരണകൾ കൊടുക്കലാണ്, പ്രേരിപ്പിക്കലാണ്. ആൾക്കാരെ ആഹരിപ്പിക്കുന്നതിന് വേണ്ടി മിസ്കീങ്ങൾക്ക്, യതീമീങ്ങളുടെ മേൽ ചെലവഴിക്കുക, വിധവകളുടെ മേൽ ചെലവഴിക്കുക. അതൊന്ന്. മറ്റൊന്ന് യഥാർത്ഥ ദഅവത്ത് നിങ്ങൾ ആഹാരം കൊടുക്കണം. യഥാർത്ഥ ദഅവത്ത് അത് ആഹാരം കൊടുക്കലാണ്. ഇത് നിങ്ങൾ കഴിക്കുന്ന വലീമയുടെ ദഅവത്താണ്. വലീമയുടെ ദഅവത്തിൻ്റെ എന്തിൻ്റെ കൂടെയാണ്? ആഹാരത്തോടെയാണ്. ആഹാരമില്ലാതെയാണോ? ആഹാരത്തോടു കൂടിയാണ് ദഅവത്ത്. അതെ, ആഹാരത്തോടൊപ്പം ഇത് യഥാർത്ഥ ദഅവത്താണ്. താങ്കൾ ആഹാരം കൊടുക്കും. ഇതാണ് ഹഖീഖി ദഅവത്ത്. ദീൻ അവതരിപ്പിക്കുക, ദീൻ കാണിച്ചു കൊടുക്കുക. അതുകൊണ്ട് സുന്നത്തിനെ നമ്മൾ പിൻപറ്റാതെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഈ പരിശ്രമത്തിന് വേണ്ടി നമ്മളെ ഖബൂൽ ചെയ്യിക്കാൻ സാധിക്കുകയില്ല. ഇത് അടിസ്ഥാന നിബന്ധനയാണ്, അടിസ്ഥാന ഷർത്താണ്. ഈ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞത് ഇതിനു വേണ്ടിയാണ്. ഈ പരിശ്രമത്തിന് വേണ്ടി നമ്മളെ അള്ളാഹുവിൻ്റെ അടുക്കൽ തിരഞ്ഞെടുപ്പിക്കണം. അള്ളാഹു തആല അവൻ സ്വന്തമായി തന്നെയാണ് ഈ പരിശ്രമത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. ഈ പരിശ്രമത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ സ്വന്തമായി തന്നെയാണ്. മനുഷ്യരിൽ നിന്നും മലക്കുകളിൽ നിന്നും അവൻ്റെ ജോലിക്ക് വേണ്ടി അള്ളാഹു സ്വയം തിരഞ്ഞെടുക്കുന്നു. തിരഞ്ഞെടുത്തിട്ട് അവരെ പരീക്ഷണങ്ങളിൽ കൊടുക്കുന്നു, പരീക്ഷണങ്ങളിലിടുന്നു. ആരാണോ കൽപ്പന പൂർത്തിയാക്കിക്കൊണ്ട് പോകുന്നവർ അവർ മുന്നേറിക്കൊണ്ടിരിക്കും. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർത്തിയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നവർ അവർക്ക് പുരോഗതി ഉണ്ടായിക്കൊണ്ടേയിരിക്കും.
ഇസ്തിഖാമത്തിൻ്റെ അർത്ഥമെന്നത് ഇത്രയും കാലം ഞാൻ പ്രവർത്തിച്ചു എന്ന് പറയുന്നതല്ല. ഇസ്തിഖാമത്ത് എന്താണെന്ന് നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഹസ്രത്ത് പറയുമായിരുന്നു, ഇസ്തിഖാമത്ത് ഈ പരിശ്രമത്തിൽ ഒരു നീണ്ട കാലം പ്രവർത്തിക്കലല്ല. ഇസ്തിഖാമത്ത് എന്നത് ഈ പരിശ്രമത്തിലായി മരിക്കലാണ്. ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത് ഈ പരിശ്രമത്തിലായി ജീവൻ വെടിയലാണ്. ഇസ്തിഖാമത്ത് എന്തിനാണ് പറയുന്നത്? ഈ പരിശ്രമത്തിലായി നമ്മുടെ അവസാന നിമിഷം വരെയും ചെലവഴിക്കലാണ്. ഇതിൻ്റെ പേരാണ് ഇസ്തിഖാമത്ത്. പരിശ്രമിച്ച് മരിക്കാൻ നമുക്ക് സാധിക്കണം. ഒരു നീണ്ടകാലം പ്രവർത്തിച്ചു എന്ന് നോക്കലല്ല, ഈ പരിശ്രമത്തിലായിട്ട് മരിക്കലാണ് ഇസ്തിഖാമത്ത്. ആരോ ഹസ്രത്തിനോട് ചോദിച്ചു, ഇസ്തിഖാമത്ത് എന്നാൽ എന്താണ്? പരിശ്രമം കുറച്ച് ചെയ്യലോ കൂടുതൽ ചെയ്യലോ അല്ല. ഇത് ഇസ്തിഖാമത്തിൻ്റെ തെളിവല്ല. അത് ഇസ്തിഖാമത്ത് എന്നത് ഈ പരിശ്രമത്തിലായിട്ട് മരിക്കലാണ്. അതാണ് ഇസ്തിഖാമത്ത്. ഇസ്തിഖാമത്ത് എന്നത് ഈ പരിശ്രമത്തിലായിട്ട് മരിക്കലാണ്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മളെ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യന്മാരാക്കി മാറ്റണം. ഈ കബൂലത്തിന് വേണ്ടി പരീക്ഷണങ്ങളുണ്ടാകും. അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മൾ കബൂലാക്കപ്പെടണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും പരീക്ഷണങ്ങളുണ്ടാകും. പ്രയാസങ്ങളും കഷ്ടതകളും സഹിക്കാനുള്ള ശീലമായി കഴിഞ്ഞവർക്കാണ് ഈ പരീക്ഷണങ്ങളിലൊക്കെ വിജയിക്കാൻ സാധിക്കുന്നത്. പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. ഹസ്രത്ത് പറയുമായിരുന്നു, ഈ മാർഗത്തിലെ കഷ്ടതകൾ, അനിഷ്ടകരമായ കാര്യങ്ങളൊക്കെ അതിനെ അമ്പിയാക്കളുടെയും സ്വഹാബാക്കളുടെയും കഷ്ടതകളിൽ നമ്മൾ അന്വേഷിക്കണം. എവിടെ തിരക്കണം? അമ്പിയാക്കളുടെയും സ്വഹാബാക്കളുടെയും കഷ്ടതകളിൽ നമ്മൾ തിരക്കണം. അവിടെ നോക്കണം, ഏത് നബിക്ക് ഈ പ്രയാസം എവിടെയാണ് സംഭവിച്ചത്? എനിക്ക് വരുന്നു ഈ പ്രയാസം, സ്വഹാബിക്കും എവിടെയാണിത് സംഭവിച്ചത്? ഈ മാർഗത്തിൽ വരുന്ന കഷ്ടതകൾ, കയ്പ് നിറഞ്ഞ അനുഭവങ്ങൾ, ഇതെല്ലാം അമ്പിയാക്കളിലും സ്വഹാബാക്കളിലും അന്വേഷിക്കണം. നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, ഈ മാർഗത്തിൽ വരുന്ന കയ്പ് നിറഞ്ഞ കഷ്ടതകൾ, അനുഭവങ്ങളൊക്കെ അമ്പിയാക്കളിലും സ്വഹാബാക്കളിലും നമ്മൾ അന്വേഷിച്ചാൽ നമുക്ക് അവിടെ നിന്ന് ഉറപ്പായി കിട്ടും. നിങ്ങളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ നബിമാരെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വന്നു ചേരുന്ന കാര്യങ്ങൾ സ്വഹാബാക്കളിൽ വന്നു ചേർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഏതൊരു കഷ്ടതകളാണോ വരുന്നത് അതിനെ അമ്പിയാക്കളിലും സ്വഹാബാക്കളിലും നമ്മൾ അന്വേഷിക്കണം. ഏത് സ്വഹാബിക്കാണിത് സംഭവിച്ചിട്ടുള്ളത്? ഇതിലൂടെ നമുക്ക് ഇസ്തിഖാമത്തുണ്ടാകും. സ്വഹാബാക്കളുടെയും അമ്പിയാക്കളുടെയും സംഭവങ്ങളെ നമ്മൾ മുന്നിൽ വെച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ നമുക്ക് ഇസ്തിഖാമത്തുണ്ടാകും. ഈ പരിശ്രമത്തിൽ ഇസ്തിഖാമത്ത് ഇതിലൂടെയാണ് കിട്ടുന്നത്. ഈ പരിശ്രമിക്കുന്നവർ പഴയ ആൾക്കാരുടെ, മുൻഗാമികളുടെ ത്യാഗങ്ങളെ നമ്മൾ നോക്കണം. മുൻഗാമികളുടെ ഖുർബാനികളെ നമ്മൾ ശ്രദ്ധിക്കണം. മുൻഗാമികളുടെ ഖുർബാനികളെ നമ്മൾ നോക്കണം. എന്നാൽ ഇസ്തിഖാമത്തുണ്ടാകും. മുൻഗാമികളുടെ ത്യാഗങ്ങൾ മുന്നിലില്ല എങ്കിൽ ഇവർ ഭയന്നിട്ട് പരിശ്രമം വിട്ടുകളയും. മുൻഗാമികളുടെ ത്യാഗങ്ങൾ നമ്മുടെ മുന്നിലില്ല എങ്കിൽ പേടിച്ചിട്ട് ഈ പരിശ്രമത്തിന് വിട്ടുകളയും. ഇവർ ഭയന്നു പോകും അവസ്ഥകൾ വരുമ്പോൾ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ പരിശ്രമത്തിൽ ഇടുക്കങ്ങളും പ്രയാസങ്ങളും ഉണ്ടായാൽ അമ്പിയാക്കളുടെയും സ്വഹാബാക്കളുടെയും കഷ്ടത നിറഞ്ഞ സംഭവങ്ങൾ നമ്മൾ തിരയണം. ഈ കാര്യം അവർക്ക് എവിടെയാണ് സംഭവിച്ചിട്ടുള്ളത്? ഈ പരിശ്രമത്തിൽ മുഴുകുന്നവർക്ക് അമ്പിയാക്കൾക്കും സ്വഹാബാക്കൾക്കും വന്നിട്ടുള്ള ത്യാഗങ്ങളുടെ മാതൃകയിൽ ത്യാഗങ്ങൾ വരും. ഈ പരിശ്രമത്തിൽ മുഴുകുന്നവർക്ക് അമ്പിയാക്കൾക്കും സ്വഹാബാക്കൾക്കും വന്നിട്ടുള്ള ത്യാഗങ്ങളുടെ മാതൃകയിൽ ത്യാഗങ്ങൾ വരും. ഈ പരിശ്രമത്തിൽ സഞ്ചരിക്കുന്നവർക്ക് ആ എല്ലാ കാര്യങ്ങളും നേരിടേണ്ടി വരും, അമ്പിയാക്കൾക്കും സ്വഹാബാക്കൾക്കും വന്നിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു അടിസ്ഥാന കാര്യം ഇതാണ്, നമ്മൾ സ്വയം അള്ളാഹുവിൻ്റെ അടുക്കൽ ഈ പരിശ്രമത്തിന് വേണ്ടി കബൂൽ ചെയ്യിപ്പിക്കണം. അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മളെ കബൂൽ ചെയ്യിപ്പിക്കണം. ഈ കബൂലത്തിന് വേണ്ടിയുള്ള ഷർത്തുകളിൽ ഒന്നാമത്തേത് ഇത്താഅത്താണ്, അനുസരണമാണ്. ആദ്യത്തെ ഷർത്ത് ഇത്താഅത്താണ്. രണ്ടാമത്തെ കാര്യം ഇതാണ്, ഈ പരിശ്രമം ചെയ്യുന്നതിന് വിനയത്തിൻ്റെ ആവശ്യമുണ്ട്. എന്തിൻ്റെ? വിനയത്തിൻ്റെ ആവശ്യമുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പരിശ്രമത്തിൽ വിനയം കൂടാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കൽപ്പനയാണ്, പ്രവാചകരെ
തങ്ങളുടെ ചിറകിനെ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി താഴ്ത്തുക. എത്രത്തോളം വലിയ ജോലിയാണോ അത്രത്തോളം ചെറിയവനായിക്കൊണ്ട് ചെയ്യേണ്ടി വരും. ഈ പരിശ്രമം വലുതാണെന്നതിനുള്ള തഖാസ ഇതാണ്. ഇതിനെ ചെറിയവനായിക്കൊണ്ട് നമ്മൾ ചെയ്യണം. ഇതാണ് വ്യത്യാസം ദീനിൻ്റെയും ദുനിയാവിൻ്റെയും ജോലികളിൽ, പ്രവൃത്തികളിൽ. ദുനിയാവിൻ്റെ ജോലി വലിയവനായിട്ട് നമ്മൾ പ്രവർത്തിക്കും. രാജാവിൻ്റെ ജോലി, മന്ത്രിയുടെ ജോലി, ഇതെല്ലാം ദുനിയാവിൻ്റെ ആൾക്കാരുടെ ജോലിയാണ്. ഇത് വലിയവനായിട്ടാണ് ചെയ്യുന്നത്. എന്നാൽ ദീനിൻ്റെ ജോലി ചെറിയവനായിട്ട്, അതേ ദീനിൻ്റെ ജോലി വളരെ ചെറിയവനായിട്ട് നമ്മൾ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയത്തിൻ്റെ, തങ്ങളുടെ ഖുലഫായ റാഷിദീങ്ങളുടെ വിനയത്തിൻ്റെ സംഭവങ്ങളെ നമ്മൾ നോക്കണം. അതേ വിനയം വെളിവാകുന്ന ജോലികൾ ചെയ്യുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിലത്തിരുന്ന് ആഹാരം കഴിക്കുമായിരുന്നു. തങ്ങൾ ആട്ടിൻ്റെ പാൽ സ്വയം കറന്നു കൊടുക്കുമായിരുന്നു. കാണുന്നവർക്ക് മനസ്സിലാകും ഇവരുടെ ഉള്ളിൽ വിനയമുണ്ട്. പുതുതായി നാട്ടിൽ വരുന്ന ആൾക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിൻ്റെ അടയാളം തങ്ങളുടെ വിനയത്തിൽ കൂടി തിരിച്ചറിയുമായിരുന്നു. അവർ പറയുമായിരുന്നു, ഇത് രാജാധികാരമല്ല, നുബുവത്താണ്. രാജാവിന് കിബിറുണ്ടാകും, രാജാവിന് അഹങ്കാരമുണ്ടാകും. തങ്ങളുടെ നുബുവത്തിനെ തങ്ങളുടെ വിനയത്തിൽ കൂടി, തങ്ങളുടെ നുബുവത്തിനെ തങ്ങളുടെ ലാളിത്യത്തിൽ കൂടി മനസ്സിലാക്കുമായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ വിനയമുള്ളവരാകണം. വിനയം കൊണ്ട് ആൾക്കാർക്ക് സ്നേഹമുണ്ടാകും, അഹങ്കാരം കൊണ്ട് വെറുപ്പുണ്ടാകും. വിനയം കൊണ്ട് സ്നേഹമുണ്ടാകും, അഹങ്കാരം കൊണ്ട് വെറുപ്പുണ്ടാകും. അതുകൊണ്ട് തങ്ങളോട് കൽപ്പിച്ചു, താങ്കൾ വിനയമുള്ളവരാകിൻ. അതുകൊണ്ട് രാജാവായ നബിയാകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിസമ്മതിച്ചു. പട്ടിണിയോടെയുള്ള നുബുവത്തിനെ തങ്ങൾ തിരഞ്ഞെടുത്തു. തങ്ങൾ തിരഞ്ഞെടുത്തത് പട്ടിണിക്കാരനാണ്, നബിയാകാനാണ്. രാജാവായ നുബുവത്തിനെ തങ്ങൾ തിരഞ്ഞെടുത്തില്ല, പട്ടിണിയോടെയുള്ള നുബുവത്തിനെ തിരഞ്ഞെടുത്തു. ഇത് തങ്ങളുടെ വിനയത്തിൻ്റെ കാര്യമായിരുന്നു. തങ്ങൾ ഒരിക്കൽ ഒരു ജിന്നിനെ പിടിച്ചു. ഒരു ജിന്നിനെ പള്ളിയിലെ തൂണിൽ കെട്ടിയിട്ടു, സഹാബാക്കൾക്ക് കാണിച്ചു കൊടുക്കാനായി. പിന്നെ പറഞ്ഞു, എനിക്ക് ഒരു ചിന്തയുണ്ടായി, ജിന്നുകളുടെ മേൽ അധികാരം കാണിക്കുക ഇത് സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ പ്രവൃത്തിയായിരുന്നു. അതുകൊണ്ട് ആ ജിന്നിനെ വിട്ടുകളഞ്ഞു. ഈ ചിന്തയിൽ ഈ ഫദീലത്ത് എൻ്റെ സഹോദരൻ സുലൈമാന് മാത്രമായിരിക്കട്ടെ, ഈ പ്രത്യേകത എൻ്റെ സഹോദരൻ സുലൈമാന് മാത്രമായിരിക്കട്ടെ. നമ്മളിത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരുമായിരുന്നു. റിവായത്തിലുണ്ട്, ജിന്നിനെ കെട്ടിയിട്ട്, എന്നാൽ ജിന്നിന് മേലുള്ള നിയന്ത്രണം എൻ്റെ സഹോദരൻ സുലൈമാൻ്റേതായിരുന്നു. ഈ കാര്യം അല്ലെങ്കിൽ ഈ ജോലി അദ്ദേഹത്തിൻ്റേത് മാത്രമായിരിക്കട്ടെ. ഇത് തങ്ങളുടെ വിനയത്തിൻ്റെ കാര്യമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിനയത്തിൻ്റെ കാര്യമായിരുന്നു. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കുട്ടിയോ സ്ത്രീയോ, തങ്ങളെ ഒരു സുബോധമില്ലാത്തൊരു സ്ത്രീ ഉണ്ടായിരുന്നു, ഒരു മജ്നൂനുമായിട്ടുള്ള സ്ത്രീ മദീനയിൽ. അവർ അവരുടെ ജോലികൾക്കായി തങ്ങളെ വിളിച്ചു കൊണ്ടുപോകുമായിരുന്നു. എൻ്റെ ഈ ജോലി ചെയ്യ്, ആ ജോലി ചെയ്യ് എന്നെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞ് ജോലി ചെയ്യിപ്പിക്കുമായിരുന്നു. തങ്ങൾ ആ ജോലികളെല്ലാം ചെയ്തു കൊടുക്കുമായിരുന്നു. ഇതെനിക്ക് യോജിച്ച പണിയല്ല എന്ന നിലയിൽ മാറുമായിരുന്നില്ല. ഇതെനിക്ക് യോജിച്ച പണിയല്ല എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒഴിഞ്ഞു മാറുമായിരുന്നില്ല. ഈ തരത്തിലുള്ള വളരെയധികം ജോലികളുണ്ട്. പരിശ്രമിക്കുന്നവർ വിചാരിക്കുന്നു ഇത് നമ്മുടെ നിലവാരത്തിൽ നിന്നും താഴെയുള്ളതാണ്. എന്താണ്? പരിശ്രമിക്കുന്ന ആൾക്കാർ വിചാരിക്കുന്നു ഈ ജോലി നമ്മുടെ നിലവാരത്തിൽ നിന്നും താഴെയുള്ളതാണ്, ഇത് നാം ചെയ്യേണ്ട കാര്യമില്ല. പ്രവർത്തകരുടെ മനസ്സിനെ നമ്മൾ സന്തോഷിപ്പിക്കണം, കൂടെയുള്ള കൂട്ടുകാരുടെ മനസ്സിനെ നമ്മൾ സന്തോഷിപ്പിക്കണം. ശ്രദ്ധിച്ച് നമ്മൾ കേൾക്കിൻ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു വീട് നിർമ്മിച്ചു. എന്ത് നിർമ്മിച്ചു? ഒരു വീടുണ്ടാക്കി. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവോട് വന്ന് പറഞ്ഞു, ഞാനൊരു വീടുണ്ടാക്കി, താങ്കൾ വന്നൊന്ന് അതിനെ കാണണം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശരി, നമുക്ക് പോകാം, പോയി നോക്കാം. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീൻ വീട് നോക്കാനായി പോയി. എത്ര വലിയ തിരക്കുള്ള വ്യക്തിയായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. ഇഖാമത്തിൻ്റെയും തക്ബീർ തഹരീമായുടെയും ഇടയിൽ പോലും ഭരണകാര്യങ്ങളിൽ ജോലിയാകുമായിരുന്നു. അമീറുൽ മുഅ്മിനീൻ സഫുകൾ ശരിയായി കഴിഞ്ഞു, നമസ്കാരം തുടങ്ങി എന്ന് ആൾക്കാർ പറയുമായിരുന്നു, ഓർമ്മപ്പെടുത്തുമായിരുന്നു. ഇത്രയും തിരക്കുള്ള ആളായിരുന്നു. ഇഖാമത്തിൻ്റെയും തക്ബീർ തഹരീമായുടെയും ഇടയിലും ഉമർ റളിയല്ലാഹു അൻഹു ഭരണകാര്യങ്ങളിൽ ജോലിയാകുമായിരുന്നു. ഇത്രയും തിരക്ക് പിടിച്ച വ്യക്തിയാണ്.
അബ്ദുല്ലാഹിബിൻ മസൂദ് റളിയല്ലാഹുവിൻ്റെ വീട് കാണാൻ വേണ്ടി പോയി. ആ കാലത്തുള്ളൊരു വീട്, കുടിൽ പോലുള്ളൊരു വീട്, ഒരു സാദാ വീട് ഉമർ റളിയല്ലാഹു നോക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഉമർ റളിയല്ലാഹു ഇത് വല്ല ഉമർ റളിയല്ലാഹു ഇത് വല്ല ആവശ്യമായ കാര്യമാണോ? താങ്കൾ ഇദ്ദേഹത്തിൻ്റെ വെറും ഒരു വീട് കാണാൻ വേണ്ടി വന്നല്ലോ, ഇത് വല്ല കാര്യമുള്ള കാര്യമാണോ? ഇത്രയും പ്രധാനപ്പെട്ട ജോലിയെല്ലാം വിട്ടിട്ട് ഒരാളുടെ വീടിനെ ഒന്ന് കാണാൻ വേണ്ടി തങ്ങൾ പോയല്ലോ എന്നെല്ലാം ഒരാൾ പറഞ്ഞു. ആ മനുഷ്യൻ ഇത്രയും പറഞ്ഞത് ഉമർ റളിയല്ലാഹു ഒരു കല്ല് കയ്യിലെടുത്തു അയാളെ എറിയാനായിട്ട് ഒരു കല്ലെടുത്തു, ആ ആളിൻ്റെ ഭാഗത്തേക്ക് എറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നീ നമ്മുടെയും നമ്മുടെ കൂട്ടുകാരുടെയും ഇടയിൽ വെറുപ്പുണ്ടാക്കാൻ ആഗ്രഹിക്കുകയാണോ? ചിന്തിച്ച് നോക്കിൻ, നമ്മുടെ കൂട്ടുകാർക്കിടയിൽ വെറുപ്പുണ്ടാക്കാൻ നീ ആഗ്രഹിക്കുകയാണോ? ഇത്രയും കാര്യം, ഞാൻ ഇദ്ദേഹത്തിൻ്റെ വീട് കാണാൻ വന്നത് ഇദ്ദേഹത്തിന് സമാധാനമുണ്ടാകട്ടെ, ഇദ്ദേഹത്തിന് സന്തോഷമുണ്ടാകട്ടെ. നീ പറയുകയാണ് ഇതൊരു പാഴ്വേലയാണെന്ന്. ഒരു മുസ്ലിമിൻ്റെ മനസ്സ് ഇണക്കുന്നതിന് വേണ്ടി, ഒരു മുസ്ലിമിൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി, ഒരു മുസ്ലിമിൻ്റെ മനസ്സിനെ ഇണക്കുന്നതിന് വേണ്ടി, ഒരു മുസ്ലിമിൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി. അല്ലാഹു അക്ബർ. എപ്പോൾ ഒരു മുസ്ലിമിൻ്റെ സ്ഥാനം ബൈത്തുള്ളായേക്കാൾ ഉയർന്നതാണോ, അവൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കൽ, അവനെ സന്തോഷമുള്ളവനാക്കൽ എത്ര വലിയ അമലായിരിക്കും. ഉമർ റളിയല്ലാഹു എറിയാനായി കല്ലെടുത്തു. പറഞ്ഞു, നിങ്ങൾ നമ്മുടെ ഇടയിൽ വെറുപ്പുണ്ടാക്കാൻ ആഗ്രഹിക്കുകയാണോ? ഞാൻ ഈ വീട് കാണാൻ വന്നത് അത് കാരണം ഇദ്ദേഹം സന്തോഷിക്കട്ടെ. ഞാനൊരു കാര്യം പറഞ്ഞു സുഹൃത്തുക്കളെ, നമ്മുടെ പ്രകൃതം, നമ്മുടെ സ്വഭാവം വിനയമുള്ളതാക്കണം. എന്തുകൊണ്ടെന്നാൽ വിനയം കൊണ്ട് സന്തോഷമുണ്ടാകും, അഹങ്കാരം കൊണ്ട് വെറുപ്പുണ്ടാകും. വിനയം കൊണ്ട് സന്തോഷമുണ്ടാകും, അഹങ്കാരം കൊണ്ട് വെറുപ്പുണ്ടാകും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു സിഫത്ത് ഇതാണ്, അടിസ്ഥാനപരമായ കാര്യം വിനയമുണ്ടാക്കിയെടുക്കുക. അതിനോടൊപ്പം നമ്മളിൽ വരുന്ന കഷ്ടതകൾ, പ്രയാസങ്ങൾ, അതിൽ നമ്മൾ ക്ഷമിക്കണം. കാരണം സഹന എന്നത് നുബുവത്തിൻ്റെ സിഫത്തുകളിൽ, വിശേഷണങ്ങളിൽ എന്നല്ല, നുബുവത്തിൻ്റെ അലാമാത്തുകളിൽ, അടയാളങ്ങളിൽപ്പെട്ടതാണ്. എന്താണ് സഹനത? നബിയാണെന്നതിൻ്റെ ഒരു അടയാളമാണ് സഹനത. നബിയാണെന്നതിൻ്റെ ഒരു അടയാളമാണ് സഹനത. ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം. സഹനത നബിയാണെന്നതിൻ്റെ അടയാളമാണ്. ഒരു വ്യക്തി ഉണ്ടായിരുന്നു, സെയ്ദ് ബിൻ സഅന, ഒരു യഹൂദി പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കിതാബുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിൻ്റെയും തങ്ങളുടെ വരവിൻ്റെയും അറിയിപ്പ് കേട്ടിട്ടുണ്ടായിരുന്നു, വായിച്ചിട്ടുണ്ടായിരുന്നു. യഹൂദികളുടെ വലിയ ആലിമായിരുന്നു അദ്ദേഹം, സെയ്ദ് ബിൻ സഅന. തങ്ങളുടെ അവസ്ഥകൾ കേട്ടപ്പോൾ തങ്ങളെ അന്വേഷിച്ച് അദ്ദേഹം പുറപ്പെട്ടു. തങ്ങളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, തീർച്ചയായും തങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണ്. കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി. എന്നാൽ പറയുന്നു, എനിക്ക് സംശയം ഈ കാര്യത്തിലായിരുന്നു. ബാഹ്യമായ അടയാളങ്ങളിലൂടെ മനസ്സിലാകുന്ന ഇദ്ദേഹം നബിയാണ്, എന്നാൽ സ്വഭാവവും പ്രകൃതവും ഏതെങ്കിലും ഇടപാട് നടത്താതെ അറിയാൻ കഴിയുകയില്ല. ഇദ്ദേഹത്തോടും മോശമായി നമ്മൾ പെരുമാറി നോക്കണം, എന്നാൽ ഇദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് ബോധ്യമാകൂ. നമ്മൾ ഈ കാര്യം ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. പറയുന്നു, നമ്മുടെ കിതാബുകളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ അടയാളങ്ങളിൽപ്പെട്ട ഒന്നിതാണ്, ഒരു സിഫത്ത് ഇതാണ്. അദ്ദേഹത്തോട് എത്രത്തോളം നമ്മൾ മോശമായി പെരുമാറുമോ അത്രത്തോളം ക്ഷമയും സഹനതയും കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ അദ്ദേഹം പറയുന്നു, ഞാൻ നോക്കിയപ്പോൾ തങ്ങൾക്ക് ചില പുതിയ മുസ്ലിമീങ്ങളുടെ മേൽ ചെലവഴിക്കുന്നതിന് വേണ്ടി കുറച്ച് സമ്പത്തിൻ്റെ ആവശ്യമുണ്ട് എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ വിചാരിച്ചത് നല്ല സന്ദർഭമാണ്, അവസരം കളയാതെ സമ്പത്ത് തരാമെന്ന് ഞാൻ ചെന്ന് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമ്പത്ത് തരാം, ഇതിന് പകരമായിട്ട് ഇതിനെ നിങ്ങൾ കടമായിട്ട് എടുത്തോളിൻ, താങ്കളുടെ അടുക്കൽ ഉണ്ടാകുമ്പോൾ അതിൽ തിരിച്ചു തരും. ഇത്തരത്തിലുള്ള ഒരു ഇടപാടുണ്ടാക്കിയത് അതിക്രമം കാണിക്കാനായിട്ടാണ്. ഈ സമ്പത്ത് എടുത്തോളിൻ, ഇത്ര അവധി കഴിയുമ്പോൾ അതിന് പകരമായിട്ട് ഇത്ര കാരയ്ക്ക് തന്നാൽ മതി. കാരയ്ക്കയുടെ അളവും തീരുമാനിച്ചു, സമയവും തീരുമാനിച്ചു. തങ്ങൾ അദ്ദേഹത്തിൽ നിന്നും സ്വർണം കടമായിട്ട് വാങ്ങി. പറഞ്ഞ അവധി എത്തുന്നതിന് 3 ദിവസം മുമ്പ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഖീലായിരുന്നു. സെയ്ദ് ഇബ്നു സഅന വന്നു, തങ്ങളുടെ കോളറിനെ കയറി പിടിച്ചു, തങ്ങളുടെ മതിലിനോട് ചേർത്ത് തള്ളി കടുത്ത സ്വരത്തിൽ തങ്ങളോട് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ കടം വീട്ടാൻ വേണ്ടി പറഞ്ഞു. നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. നമ്മുടെ കൂട്ടുകാർ പരാതി പറയാറുണ്ട്, കൂടുതൽ നമ്മുടെ നേരെ ഇങ്ങനെ ഉണ്ടായി, നമ്മുടെ നേരെ ഇങ്ങനെയൊക്കെ ഉണ്ടായി, നമ്മൾ ഏതുവരെ നമ്മൾ ക്ഷമിക്കും, നമ്മൾ ഏതുവരെ ഇതിനെല്ലാം സഹിക്കും? നമ്മൾ കേൾക്കിൻ. പരാതി പറയുന്നു, ഏതുവരെയായിരിക്കും? നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടുമില്ല, നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ കൂട്ടുകാർ പറയുന്നു, നമ്മൾ അങ്ങേറ്റം ക്ഷമിച്ചു, ഇപ്പോൾ വെള്ളം നമ്മുടെ തലയ്ക്ക് മേലെ കയറിപ്പോയി, വെള്ളം നമ്മുടെ തലയ്ക്ക് മേലെ കയറിപ്പോയി, ഇതിനപ്പുറം നമുക്ക് ക്ഷമിക്കാൻ കഴിയില്ല. ഇതിന് മറുപടി തിരിച്ചെന്തെങ്കിലും ചെയ്തേ പറ്റൂ, എന്തെങ്കിലും നമുക്കതിന് മറുപടി കൊടുത്തേ പറ്റൂ. വെള്ളം എവിടെ എത്തി? തലയ്ക്ക് മുകളിലെത്തി. ഞാൻ ഇന്നലെയും അതിനെക്കുറിച്ച് പറഞ്ഞു. തങ്ങൾ പറഞ്ഞു, അബൂദർറെ, വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടേയിരിക്കണം. എത്രത്തോളം എന്നാൽ നമ്മുടെ അടുക്കൽ വന്ന് നാളെ കണ്ടുമുട്ടുന്നത് വരെ. അതേ പരിശ്രമം പ്രതികാരം കാണിക്കാനുള്ളതല്ല, ഉപകാരം ചെയ്യാനുള്ളതാണ്. ഈ മാർഗം ഉപകാരം, ഇഹ്സാൻ ചെയ്യാനുള്ളതാണ്, പ്രതികാരം ചെയ്യാനുള്ളതല്ല. ഈ മാർഗം എന്തിൻ്റെയാണ്? ഇഹ്സാൻ ചെയ്യാനുള്ളതാണ്. നമ്മളിത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഈ മാർഗം പ്രതികാരത്തിനുള്ളതല്ല. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ശ്രദ്ധിച്ച് കേൾക്കിൻ. ഈ മാർഗം ഇഹ്സാൻ്റേതാണ്, പ്രതികാരത്തിൻ്റേതല്ല. വെള്ളം തലയ്ക്ക് മേലെയായി, ഇനി എന്ത് ചെയ്യണം? ശ്രദ്ധിച്ച് കേൾക്കിൻ. ഞാൻ പറയുന്നു കാര്യം നമ്മൾ ഓർമ്മിച്ച് വയ്ക്കണം. പ്രതികാര നടപടി, അതിൻ്റെ മറുപടി, ഇതെല്ലാം കൊടുക്കുന്നത് സ്വന്തം ശക്തിയിലുള്ള യഖീൻ, മലക്കുകളുടെ ശക്തിയിലുള്ള യഖീനിനേക്കാളും കൂടുതൽ ഉള്ളവർക്കാണ്. സ്വന്തം ശക്തിയിലുള്ള യഖീൻ, തന്നിലുള്ള യഖീൻ മലക്കുകളുടെ ശക്തിയേക്കാളും കൂടുതലുള്ളവർ, അവരാണ് മറുപടി കൊടുക്കുക. എന്തെല്ലാം സൃഷ്ടികളെ സൃഷ്ടിച്ചിട്ടുണ്ടോ അല്ലാഹു തആല, ഭൂമിയിലും ആകാശത്തിലും അതിനിടയിലുമെല്ലാം അല്ലാഹുവല്ലാത്തവർ ഏതെല്ലാം ഉണ്ടോ അതിലെല്ലാത്തിനും ഏറ്റവും കൂടുതൽ ശക്തി അല്ലാഹു തആല കൊടുത്തിരിക്കുന്നത് മലക്കുകൾക്കാണ്. ഏറ്റവും വലിയ സൃഷ്ടികളായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നത് മലക്കുകളെയാണ്. ഏറ്റവും വലിയ സൃഷ്ടിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് മലക്കുകളെയാണ്. ഇതിനേക്കാളും വലിയൊരു സൃഷ്ടി ഇല്ല. മലക്കുകൾ ഏറ്റവും വലിയ ശക്തിയുള്ള സൃഷ്ടികളാണ്. ഞാൻ പറയുകയായിരുന്നു, മറുപടി കൊടുക്കുന്നത് മലക്കുകളിലുള്ള ശക്തിയേക്കാളും കൂടുതൽ സ്വന്തമായിട്ട് തന്നിലുള്ള ശക്തിയെക്കുറിച്ചുള്ള യഖീനുള്ളവരാണ് മറുപടി കൊടുക്കാൻ വേണ്ടി ഉരുമിടുന്നത്. ഇതാർക്ക് വാദിക്കാൻ സാധിക്കും? എൻ്റെ മലക്കുകളെക്കാളും കൂടുതൽ ശക്തിയുണ്ടെന്ന് ആർക്ക് വാദിക്കാൻ സാധിക്കും? ആർക്കാണോ സ്വന്തം ശക്തിയിലുള്ള അഹങ്കാരം മലക്കുകളുടെ ശക്തിയേക്കാളും കൂടുതലുണ്ടാകുമോ, അതിനെക്കൊണ്ടുള്ള അഹങ്കാരം ഉണ്ടാകുമോ, അവരാണ് മറുപടി പറയാൻ വേണ്ടി മുന്നിടുന്നത്. ഈ വിഷയത്തിലുള്ള മറുപടി മലക്കുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മറുപടി കൊടുക്കാൻ വേണ്ടി പോയാൽ എനിക്ക് വേണ്ടി മറുപടി കൊടുത്തുകൊണ്ടിരുന്ന മലക്ക് പൊക്കളയും. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഒരു മുശ്രിക്കായ മനുഷ്യൻ വന്ന് വഴക്കുണ്ടാക്കുകയായിരുന്നു, അസഭ്യമായ വാക്കുകൾ പറയുന്നുണ്ടായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു നിശബ്ദനായതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ ആ മനുഷ്യനൊരു കടുത്ത വാക്ക് പറഞ്ഞു. ആ വാക്കിന് മറുപടി പറയാൻ നിർബന്ധിതനായിപ്പോയി. നമ്മൾ കൂട്ടുകാർ പറയാറുണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ഷമിക്കാം, പക്ഷേ ഈ പറഞ്ഞ കാര്യത്തിന് നമ്മൾ മറുപടി കൊടുത്തേ പറ്റൂ എന്ന് ചില നമ്മളെ കൂട്ടുകാർ പറയാറുണ്ട്. ഇപ്പോഴത്തെ വലിയ തക്കാസയാണ്, നമ്മളിതിന് മറുപടി കൊടുത്തേ പറ്റൂ എന്ന് കൂട്ടുകാരിങ്ങനെ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ മുശ്രിക്ക് പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ടേയിരുന്നു. പക്ഷേ അയാൾ ഒരു കാര്യം പറഞ്ഞു, അതിന് മറുപടി കൊടുത്തേ മതിയാവൂ എന്നുള്ള അവസ്ഥയെത്തി. അതിന് മറുപടിയായിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു മറുപടി കൊടുത്ത ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഇരിക്കുകയായിരുന്നു. തങ്ങൾ എണീറ്റ് നടന്നു പൊക്കളഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, തങ്ങളെ, ആ മനുഷ്യൻ എൻ്റെ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഇന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു, ഞാനൊന്നും മറുപടി പറഞ്ഞില്ല, മിണ്ടാതിരിക്കുകയായിരുന്നു. പക്ഷെ ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞു, അതിന് ഞാനൊരു മറുപടി പറഞ്ഞപ്പോഴത്തേക്കും തങ്ങൾ എണീറ്റ് പൊക്കളഞ്ഞല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അബൂബക്കറെ, നിങ്ങൾ നിശബ്ദനായിരുന്ന സമയത്തെല്ലാം മലക്ക് ആ മനുഷ്യന് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു.
നിങ്ങൾ മറുപടി കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും മലക്ക് മടങ്ങിപ്പോക്കളഞ്ഞു. മലക്ക് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാനും അവിടെ നിന്ന് എണീറ്റ് മാറി. അള്ളാഹുവിൻ്റെ സഹായം മടങ്ങിപ്പോവുകയാണ്, അവിടെ നാം ഇരിക്കുന്നത് യോജിച്ചതല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് എണീറ്റ് മാറിയത്. ഞാനിത് പറയാൻ ആഗ്രഹിക്കുകയായിരുന്നു, ആർക്കാണോ മലക്കുകളെക്കാളും ശക്തി തനിക്ക് കുറവാണെന്ന് മനസ്സിലാക്കുന്നത് അവർ നിശബ്ദരായിരിക്കും. സാധാരണ നമ്മൾ ഏതെങ്കിലും ഒരു വക്കീലിനെ നമ്മൾ വക്കാലത്ത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും കേസിനായിട്ട്, അപ്പോൾ ആ വക്കീൽ നമ്മളോട് പറയും, നിങ്ങൾ മിണ്ടാതിരുന്നാൽ മതി, കാര്യങ്ങളെല്ലാം ഞാൻ സംസാരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് നമ്മളോട് മിണ്ടാതിരിക്കാൻ വേണ്ടി പറയും. വക്കീൽ പറയും, നിങ്ങളൊന്നും മിണ്ടരുത്, ഒന്നും പറയരുത്, ഞാൻ നോക്കിക്കൊള്ളാം, ഞാൻ പറഞ്ഞുകൊള്ളാം എന്ന് വക്കീലിൻ്റെ അർത്ഥം തന്നെ ഇതാണ്, വക്കാലത്ത് ഏൽപ്പിക്കുക, അയാൾ വാദിച്ചുകൊള്ളും, എനിക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വക്കീൽ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളും. അങ്ങനെയാണ് നമ്മൾ വക്കീലിനെ ചുമതലപ്പെടുത്തുന്നത്. ഏതൊരു വ്യക്തിക്കാനോ സ്വന്തം ശക്തിയിലുള്ള യഖീൻ, സ്വന്തം ശക്തിയിലുള്ള അഹങ്കാരം മലക്കുകളുടെ ശക്തിയെക്കാളും കൂടുതലുണ്ടാകുമോ, അയാൾ മറുപടി പറയാൻ വേണ്ടി തയ്യാറാകും. മലക്ക് മറുപടി കൊടുക്കുകയാണെന്നോ ഉറപ്പുള്ള മനുഷ്യൻ, മലക്ക് മറുപടി കൊടുക്കുകയാണെന്നുള്ള യഖീനുള്ള മനുഷ്യൻ, അവൻ നിശബ്ദനായിരിക്കും, മിണ്ടാതിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് എണീറ്റ് പൊക്കളഞ്ഞു. ഒരു വാക്കിന് മറുപടി പറഞ്ഞപ്പോഴാണ്, ഒരു വാക്ക് ആ മുശ്രിക്ക് പറഞ്ഞതിന് അബൂബക്കർ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞപ്പോഴത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് എണീറ്റ് മാറി. സെയ്ദ് ബിൻ സഅന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അതിക്രമം കാണിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിനെ പഠിപ്പിക്കുകയായിരുന്നു, ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്. കൂട്ടുകാർ വന്ന് ചോദിക്കാറുണ്ട്, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്. നമ്മുടെ മുന്നിൽ സീറത്തുണ്ട്, നബിയുടെയും സഹാബാക്കളുടെയും ചരിത്രങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപദ്രവിച്ചവരോട് തങ്ങൾ എങ്ങനെ പെരുമാറി, അത് നബിയുടെ ചരിത്രത്തിലുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സീറത്ത് നമുക്ക് പറഞ്ഞു തരും. ദുനിയാവിൻ്റെ വക്കീൽ നമ്മല്ല നമുക്ക് പറഞ്ഞു തരുന്നത്, സീറത്തിൽ ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്, അത് നമുക്ക് പറഞ്ഞു തരും. ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് ചെയ്തതെന്ന്, ഈ തരത്തിൽ സന്ദർഭങ്ങളിൽ സഹാബാക്കൾ എന്താണ് ചെയ്തതെന്ന് സഹാബാക്കളുടെ സീറത്ത് പറഞ്ഞു തരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം, തങ്ങളുടെ തരീഖ പറഞ്ഞു തരും. നമ്മളെ ഉപദ്രവിക്കുന്നവരോട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന കാര്യം. സെയ്ദ് ബിൻ സഅന ഈ തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കോളറിന് കയറി പിടിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു വാളൂരി കയ്യിൽ പിടിച്ചു അയാളെ വധിക്കാനായിട്ട്. തങ്ങൾ ചോദിച്ചു, ഉമറെ നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? നമ്മൾ ഈ കാര്യം നമ്മൾ കേൾക്കണം, ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. താങ്കളോട് ഈ മനുഷ്യൻ ഈ നിലയിൽ പെരുമാറി, അതുകൊണ്ട് അതിന് നമ്മൾ പ്രതികാരം ചെയ്യും. നമ്മൾ അനുകൂലിക്കുന്നവരെ നമ്മൾ അടക്കി നിർത്തൽ ഇത് ദഅവത്തിൻ്റെ തഖാസയാണ്, ദഅവത്തിൻ്റെ ആവശ്യമാണ്. നമ്മൾ അനുകൂലിക്കുന്നവരെ അടക്കി നിർത്തൽ ഇത് ദഅവത്തിൻ്റെ തഖാസയാണ്. ഇത് രാഷ്ട്രീയത്തിൻ്റെ ഒരു രീതിയാണ്. തങ്ങളെ അനുകൂലിക്കുന്നവരെ അവരെ ഉയർത്തിക്കൊണ്ടുവരിക, അവർക്ക് ആവേശം കൂട്ടിക്കൊടുക്കുക, ഇത് രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവം. ലോകത്ത് പ്രശ്നങ്ങളും കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിത്തീരുന്നത് ഇതിലൂടെയാണ്. ഓരോരുത്തരും അവരെ അനുകൂലിക്കുന്നവരെ സഹായിക്കുന്നു, അവർക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടുകൾ ചെയ്തു കൊടുക്കുന്നു. ഇവർ നമ്മളെ അനുകൂലിക്കുന്നവരാണ്, അതുകൊണ്ട് നമ്മൾ ഇവരെ സഹായിക്കണം, ഇവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, ഇവർ നമ്മൾ അനുകൂലിക്കുന്നവരാണ് എന്ന് നമ്മൾ രാഷ്ട്രീയപരമായിട്ടുള്ള ആ വഴിയിൽ നമ്മളിങ്ങനെ ചിന്തിക്കാറുണ്ട്. അതിലൂടെ ഫസാദുകൾ, കുഴപ്പങ്ങളുണ്ടാകും. ലോകത്ത് കുഴപ്പങ്ങളുണ്ടാകുന്നത് എപ്പോഴാണ്? നമ്മൾ അനുകൂലിക്കുന്നവരെ നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും, അപ്പോഴത്തേക്കും ലോകത്ത് കുഴപ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഈ വിഷയത്തിൽ സുന്നത്തായ രീതി എന്താണ്? അനുകൂലിക്കുന്നവരെ നമ്മൾ അടക്കി നിർത്തുക, അതാണ് സുന്നത്തിൻ്റെ രീതി. സുന്നത്തായ രീതി നമ്മളെ അനുകൂലിക്കുന്നവരെ നമ്മൾ അടക്കി നിർത്തലാണ്, അവരെ അടക്കി നിർത്തുക, അത് സുന്നത്തായ രീതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അടക്കി നിർത്തി. ഉമർ റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചത് എന്താണ്? അദ്ദേഹത്തിനെ കൊല്ലാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഉമറെ നിങ്ങൾ എന്താണ് ഈ കാണിച്ചത്? അദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് പോയി അദ്ദേഹത്തിന് കൊടുക്കാനുള്ളത് അദ്ദേഹത്തിന് കൊടുക്കിൻ, അദ്ദേഹത്തിൻ്റെ ഹക്ക് വീടിൻ, അദ്ദേഹത്തിൻ്റെ ഹക്ക് കൊടുക്കിൻ. എന്നാൽ അദ്ദേഹം 3 ദിവസം നേരത്തെ വന്ന് ചോദിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഹക്ക് കൊടുക്കിൻ, അദ്ദേഹത്തിന് ഹക്കും കൊടുക്കണം, അദ്ദേഹത്തിന് 20 സാ കൂടുതലും കൊടുക്കണം. 20 സാ കരയ്ക്ക് കൂടുതൽ കൊടുക്കാൻ വേണ്ടി കൽപ്പിച്ചു.
ഇത് ഉയർന്ന നിലയിലുള്ള കാര്യമാണ്. ദായിയുടെ സ്വഭാവം പകരത്തിന് പകരം കൊടുക്കലല്ല, അത് കൂടുതലായിട്ട് ഉപകാരമായിട്ട് നമ്മൾ കൊടുക്കണം. ഇഹ്സാൻ ചെയ്യണം. ഇഹ്സാൻ ചെയ്യേണ്ടത് ഉപകാരം ചെയ്ത ആൾക്കല്ല, ഉപകാരം ചെയ്ത ആൾക്ക് ഉപകാരം ചെയ്യൽ ആ ഉപകാരിയോടുള്ള ഹക്കാണ്, ഉപകാരിക്ക് ചെയ്യേണ്ട ബാധ്യതയാണ്. ഇതൊരു വലിയൊരു കാര്യമല്ല, വലിയൊരു മിടുക്കല്ല ഉപകാരിക്ക് ഉപകാരം ചെയ്യൽ. ആരെങ്കിലും നിങ്ങൾക്കൊരു ഉപകാരം ചെയ്തു, നിങ്ങൾ പകരം അങ്ങോട്ടൊരു ഉപകാരം ചെയ്തു, ഇതൊരു വലിയൊരു മിടുക്കല്ല, ഇതൊരു വലിയൊരു കാര്യമല്ല. ഇഹ്സാൻ എന്താണ്? ഇഹ്സാൻ എന്ന് വെച്ചാൽ നമുക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ആൾക്ക് നമ്മൾ ഉപകാരം ചെയ്യുക, ഉപകാരം തന്നവർക്ക് ഉപകാരം ചെയ്യൽ, അതല്ല ഇഹ്സാൻ. ഉപദ്രവിക്കുന്നവർക്ക് ഉപകാരം ചെയ്യുക, അതാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന് കൊടുക്കാനുള്ള കടത്തിന് കൊടുത്തു വീട്ടി. അതിനോടൊപ്പം 20 സാ കാരയ്ക്ക് അധികം കൊടുത്തു. സെയ്ദ് ബിൻ സഅന ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ അധികം തരുന്നത്? എനിക്ക് തരാനുള്ള കടത്തിന് നിങ്ങൾ തന്നു തീർത്തല്ലോ. ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പനയാണ് താങ്കൾക്ക് 20 സാ കാരയ്ക്ക് അധികം തരണമെന്നത്. ഇത് താങ്കളെ ഞാൻ വാള് കാണിച്ച് താങ്കളെ ഞാൻ വിരട്ടുകയുണ്ടായി, അതിനു വേണ്ടിയിട്ടാണ്. അങ്ങനെ താങ്കളെ ഞാൻ വിരട്ടുകയുണ്ടായി, താങ്കളെ വാള് കാണിച്ച് വധിക്കുമെന്ന് ഞാൻ ഭീഷണിപ്പെടുത്തുകയുണ്ടായി. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താങ്കൾക്ക് അധികമായിട്ട് 20 സാ കാരയ്ക്ക് അധികം തരാൻ വേണ്ടി പറഞ്ഞത്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരട്ടിയത്. അദ്ദേഹത്തിനാണ് അതിക്രമം കാണിച്ചതിൻ്റെ പേരിൽ അങ്ങോട്ട് ഉപകാരം ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. സെയ്ദ് ബിൻ സഅന അതിക്രമം കാണിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ല. ഉമറെ, നിങ്ങളാണ് അദ്ദേഹത്തിനോട് മോശമായി പെരുമാറിയത്, അദ്ദേഹത്തിനോട് കടുപ്പമായ നിലയിൽ പെരുമാറിയത് നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തിന് കൂടുതലായിട്ട് 20 സാ കാരയ്ക്ക് കൂടുതൽ കൊടുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയുണ്ടായി. ഈ സംഭവങ്ങളുടെ എല്ലാത്തിൻ്റെയും ആകത്തുക ഇത്രയാണ്. സെയ്ദ് ബിൻ സഅന അദ്ദേഹം സ്വഹാബിയായി, അദ്ദേഹം കലിമ ചൊല്ലി മുസ്ലിമായി മാറി. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ടൊരു ഇടപാട് നടത്തി നോക്കി. എന്നിട്ട് ഉറപ്പായി ഇത് പ്രവാചകൻ തന്നെയാണ് എന്നുള്ള ഉറപ്പ് കിട്ടിയതിന് ശേഷം അദ്ദേഹം മുസ്ലിമാവുകയുണ്ടായി. അതുകൊണ്ടാണ് പറയുന്നത്, നുബുവത്തിൻ്റെ ജോലി നുബുവത്തിൻ്റെ സ്വഭാവത്തോടു കൂടി നമ്മൾ ചെയ്യണം. നബിമാരുടെ ജോലി നബിമാരുടെ സ്വഭാവത്തോടു കൂടി നമ്മൾ ചെയ്യണം. അല്ലാതെ നബിമാരുടെ ജോലിയും സ്വഭാവം ബനിയകളുടെ സ്വഭാവമായി പോകാൻ പാടില്ല. ബനിയ എന്ന് പറഞ്ഞാൽ ഈ പലിശക്കാരെ പോലെ, പലിശക്കാരൻ്റെ സ്വഭാവവും അതുപോലെ നബിമാരുടെ ജോലിയും ഇത് രണ്ടും ചൊല്ലുകയില്ല. ബനിയകളുടെ മറാഠികളുടെ ഒരു സ്വഭാവം ഇതാണ്. അവർ മറ്റുള്ളവരുടെ ഹക്കുകളെ, അവകാശങ്ങളെ അവർ പിടിച്ചെടുക്കും, എന്നിട്ട് സ്വന്തം അങ്ങോട്ട് കൊടുക്കാനുള്ളത് കൊടുക്കുകയുമില്ല. ഇതൊരു ബനിയകളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. ഇതുപോലെയാണ് കുഫറിൻ്റെ സ്വഭാവം. കുഫറിൻ്റെ സ്വഭാവം ശരിക്കും കുരങ്ങന്മാരുടെ സ്വഭാവമാണ്. കുരങ്ങന്മാരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. അവരുടെ കയ്യിൽ സ്വന്തമായിട്ട് ആഹാര സാധനങ്ങൾ ഉണ്ടെങ്കിലും അവർ മറ്റുള്ളവരിൽ നിന്നും തട്ടിപ്പറിച്ച് കഴിക്കും, അതിനെ പിടിച്ചെടുത്ത് കഴിക്കുന്ന സ്വഭാവം ഇത് കുരങ്ങന്മാരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. ഇതേ സ്വഭാവം കുഫറിൻ്റെ ആൾക്കാർക്കുമുണ്ട്. കുഫറിൻ്റെ ആൾക്കാർക്ക് ഈ കുരങ്ങന്മാരുടെ സ്വഭാവമായിട്ട് വലിയ സാദൃശ്യമുണ്ട്. നബിമാരുടെ സ്വഭാവത്തിൽപ്പെട്ടത് എന്താണ്? നബിമാരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് ഉപദ്രവിക്കുന്നവർക്ക് അങ്ങോട്ട് ഉപകാരം ചെയ്തുകൊണ്ടേയിരിക്കുക, അവരുടെ ഉപദ്രവത്തിനനുസരിച്ച് ഇവരുടെ ഉപകാരങ്ങൾ വർദ്ധിച്ചുകൊണ്ടേ പോവുക. ഇത് നബിമാരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. മുശ്രിക്കുകളെ ജയിച്ചടക്കാൻ സാധിച്ചപ്പോഴാണ് അതിനുള്ള യഥാർത്ഥമായ കാരണം സൽസ്വഭാവമായിരുന്നു, ഇഹ്സാനായിരുന്നു. അവരെ ജയിച്ചടക്കിയത് ആയുധങ്ങൾ കൊണ്ടോ വാളുകൊണ്ടോ അല്ല. വാളുകൊണ്ടാണ് അവരെ ജയിച്ചടക്കിയെന്ന് നമ്മൾ വിചാരിക്കുന്നത് തെറ്റായ ധാരണയാണ്. മുശ്രിക്കുകളെ അവരെ ജയിച്ചടക്കാൻ സാധിച്ചത് സൽസ്വഭാവം കൊണ്ട്, അവരുടെ ഇഹ്സാൻ കൊണ്ടാണ്. കാരണം സ്വഹാബാക്കൾക്ക് അവരുടെ ഹൃദയത്തിനകത്ത് ഉണ്ടായിരുന്ന ആഗ്രഹം ഇവരുടെ ഹിദായത്തല്ലാതെ മറ്റൊന്നുമല്ല. അവരുടെ ഒരു വസ്തുക്കളും ആഗ്രഹിച്ചിട്ടല്ല, അവർക്ക് ഹിദായത്ത് കിട്ടണം. ഇത് സ്വഹാബാക്കളുടെ ഹൃദയത്തിനകത്ത് അവരെക്കുറിച്ചുണ്ടായിരുന്ന ആഗ്രഹമായിരുന്നു. സ്വഹാബാക്കളുടെ മുഷ്ടിയുടെ ശക്തിയല്ലായിരുന്നു ആയുധങ്ങൾ. സ്വഹാബാക്കളുടെ ശക്തി അവരുടെ സൽസ്വഭാവമായിരുന്നു. സഹാബാക്കളുടെ അടുക്കലെ സഹാബാക്കളുടെ അടുക്കലെ ആയുധങ്ങൾ, വാളുകൾ ഉണ്ടായിരുന്നെങ്കിലും ആ വാളുകളുടെ ശക്തിയല്ലായിരുന്നു പ്രധാനമായും അവരുടെ സ്വഭാവം, അവരുടെ
മറ്റുള്ളവർക്ക് വേണ്ടി അവർ നന്മ ആഗ്രഹിച്ചുകൊണ്ട് അവരുടെ ഹിദായത്തിനെ ആഗ്രഹിച്ചുകൊണ്ടുള്ള അവരുടെ സമീപനവും അവരുടെ സ്വഭാവവുമായിരുന്നു അവരെ മറ്റുള്ളവരുടെ അടുക്കൽ ജയിച്ചടക്കാൻ സാധിച്ചത്. സ്വഹാബാക്കളുടെ ശക്തി ആയുധത്തിൻ്റെ പേരിലല്ലായിരുന്നു. അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത് തെറ്റാണ്. തെറ്റായ ധാരണയാണ് സ്വഹാബാക്കളുടെ അടുക്കൽ ആയുധശക്തി ഉണ്ടായിരുന്നുവെന്ന്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ചെറിയ ചെറിയ കുട്ടികൾ അവർക്ക് വാള് തന്നെ ഉയർത്താൻ കഴിയുമായിരുന്നില്ല. അവർ ഉയർത്താനുള്ള ശക്തി പോലും അവർക്കില്ലായിരുന്നു. അവർ വലിയ വലിയ ജോലികൾ ചെയ്തു. അബൂജഹലിനെ വധിച്ചത് ആരാണ്? കുട്ടികളാണ്, ചെറിയ ചെറിയ കുട്ടികളാണ് അബൂജഹലിനെ ചെന്ന് വധിച്ചത്. അവിടെ സംഭവിച്ചത് എന്താണ്? അവിടെ വാളിന് വാള്, വെട്ടിന് വെട്ടി ഈ രീതിയിലല്ലായിരുന്നു. അവരുടെ ശക്തി അവരുടെ സ്വഭാവത്തിലായിരുന്നു, അവരുടെ ഇഹ്സാനിലായിരുന്നു. അവരുടെ ആയുധശക്തി എന്ന് പറയുന്നത് ഇഹ്സാനായിരുന്നു. കാരണം ഇഹ്സാൻ കൂടാതെ നമ്മുടെ ഉത്തരവാദിത്വം നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല. ഉത്തരവാദിത്വം പൂർത്തിയാക്കാത്തിടത്തോളം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും സഹായവും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. മരത്തിൻ്റെ ഒരു കൊമ്പ് കൊണ്ട് വാളിൻ്റെ ജോലി അവർ ചെയ്തിരുന്നു. വാളിനെ കൊണ്ട് ചെയ്യേണ്ട ജോലി ഒരു മരക്കഷണം കൊണ്ട്, ഒരു മരക്കൊമ്പ് കൊണ്ട് അവർ ചെയ്തിരുന്നു. ഒരു മരത്തിൻ്റെ കൊമ്പിനെ ഒടിച്ചു കൊടുത്തു. ആ മരക്കഷണം എത്രത്തോളം അതിന് പ്രയോജനപ്പെട്ടു എന്ന് വെച്ചാൽ വലിയ വലിയ ലോഹത്തിൻ്റെ ആയുധങ്ങൾ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ പോലും ആ മരത്തിൻ്റെ കഷ്ണം കൊണ്ട് കൊടുത്ത ആ വാളായിട്ട് മാറിയ ആ വസ്തുവിനെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സഹായിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ പരിശ്രമത്തിൻ്റെ ഒരു സ്വഭാവമാണ് നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് നമ്മൾ ഉപകാരം ചെയ്യുക. അതിനോടൊപ്പം നമ്മളെ സഹായിക്കുന്നവരെ, നമ്മളെ പിന്താങ്ങുന്നവരെ, നമ്മളെ അനുകൂലിക്കുന്നവരെ നമ്മൾ അടക്കി നിർത്തണം. അവരുടെ വികാരങ്ങളുടെ ആവശ്യങ്ങളെ നമ്മൾ അടക്കി നിർത്തണം. കൂട്ടുകാർ പരാതി പറയുന്നു, ഞാൻ ഇത്രയും കാലം കൂടെ ഉണ്ടായിരുന്നു, ഇത്രയും കാലം ഞാൻ കൂടെ സഹായത്തിനുണ്ടായിരുന്നു, എല്ലാ വിഷയത്തിലും ഞാൻ താങ്കളുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു, പക്ഷേ അത്യാവശ്യമായ ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മളോട് ആലോചിച്ചില്ല, നമ്മളോട് അതിനെക്കുറിച്ച് ചോദിച്ചൊന്നുമില്ല. ഇങ്ങനെയും ചില ആൾക്കാരുണ്ടാകും. ഒരു നീണ്ട കാലം ത്യാഗത്തോടുകൂടി ദീൻ്റെ പരിശ്രമം ചെയ്ത് അവസാനം അവർക്ക് സ്വന്തം ത്യാഗത്തിൻ്റെ മേൽ വലിയ മതിപ്പുണ്ടായിത്തീരും. അവരുടെ ഹൃദയത്തിനകത്ത് വലിയ മതിപ്പുണ്ടാകും സ്വന്തം ത്യാഗത്തിനെക്കുറിച്ച്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി, നാം ഇങ്ങനത്തെ ചെയ്തു, നമ്മൾ ഇങ്ങനത്തെ ത്യാഗം ചെയ്തു, ഇന്ന പരിശ്രമങ്ങളെല്ലാം ചെയ്തു, പക്ഷേ നമ്മൾ അവഗണിച്ച് കളഞ്ഞു. ആ മനുഷ്യൻ ഈ പരിശ്രമത്തിൽ നിന്നും തടയപ്പെട്ടവനായി മാറും. മക്ക ഫതഹിൻ്റെ സമയത്ത് വന്നുകൂടിയ സമ്പത്തിനെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലുള്ള ആൾക്കാർക്ക്, മുശ്രിക്കീങ്ങൾക്ക്, മുഹാജിരീങ്ങൾക്ക്, ഇങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീതിച്ചു കൊടുക്കുകയുണ്ടായി. അൻസാറിന് ഒന്നും കൊടുത്തില്ല. അൻസാറിനൊന്നും കൊടുത്തില്ല. എന്തുകൊണ്ടാണ്? ഇത് മനസ്സിലാക്കി തരാനായിട്ട് നുസ്രത്ത് ചെയ്യുന്നവർക്ക് അവർ ഭൗതികമായിട്ടുള്ള വസ്തുക്കളോ ഒന്നും അവർ ആഗ്രഹിക്കുകയില്ല. മറ്റ് വസ്തുക്കളൊന്നും ആഗ്രഹിക്കാത്ത നിലയിൽ സഹായിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ നുസ്രത്ത് ചെയ്യുന്നവർ. ആ മുഴുവൻ സമ്പത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹാജിരീങ്ങൾക്ക് കൊടുത്തു, അൻസാറിനൊന്നും കൊടുത്തില്ല. ഖിയാമത്ത് നാൾ വരെ ഒരു പാഠം പഠിപ്പിക്കുകയായിരുന്നു. അൻസാറുകളെന്ന് വെച്ചാൽ അവർ സമ്പത്തിനെയോ പദവിയോ ഒന്നും ചോദിക്കുകയില്ല, അവർ ആഗ്രഹിക്കുകയില്ല. അവരാണ് യഥാർത്ഥത്തിൽ അൻസാറുകൾ. ഇവരെ കൊണ്ട് ഇതിൻ്റെ ജോലികൾ ചെയ്യിപ്പിക്കുക, എന്നിട്ട് ഭൗതികമായിട്ടുള്ള ഒന്നും അവർക്ക് കൊടുക്കാതിരിക്കുക, അവരാണ് യഥാർത്ഥത്തിൽ അൻസാറുകൾ. ഇത് ഖിയാമത്ത് നാൾ വരെയുള്ള ഒരു ഉസൂലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയായിരുന്നു. ദീൻ്റെ പരിശ്രമം ചെയ്യുക, ദീൻ നുസ്രത്തുകൾ ചെയ്യുക, ഭൗതികമായിട്ടുള്ള സ്ഥാനമാനങ്ങളോ പദവികളോ വസ്തുക്കളോ ഒന്നും ആഗ്രഹിക്കാതിരിക്കുക. ഇത് ഖിയാമത്ത് നാൾ വരെയുള്ള ഒരു ഉസൂലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അൻസാറുകളുടെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു വാർത്ത കിട്ടി. അൻസാരികളിൽപ്പെട്ട ചില ആൾക്കാർ ഇങ്ങനെ പറഞ്ഞതായിട്ട്, തങ്ങളുടെ നാട്ടുകാരെ പ്രത്യേകമായി ശ്രദ്ധിച്ചു, തങ്ങളുടെ നാട്ടുകാർക്ക് കൂടുതലായിട്ടെല്ലാം കൊടുത്തു, നമുക്കൊന്നും തന്നില്ല. ചില മുശ്രിക്കീങ്ങൾക്ക് 100 ഒട്ടകം വരെയും കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഈ വാർത്ത കിട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു, എല്ലാ അൻസാറുകളും ഒരുമിച്ച് കൂടുക, അൻസാരികളല്ലാത്ത ആരും, മുഹാജിരികൾ ആരും ആ കൂട്ടത്തിലുണ്ടാകരുത്. ആ നിലയിൽ അൻസാറുകൾ ഒരുമിച്ച് കൂടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൻസാറുകളുടെ അടുക്കിലേക്ക് പോയി. എന്നിട്ട് ഈ വിഷയങ്ങൾ പറഞ്ഞു, ഞാൻ ഇങ്ങനത്തെ കാര്യം ഞാൻ കേട്ടിരിക്കുകയാണ്. അൻസാറുകളെല്ലാം പറയാൻ തുടങ്ങി, തങ്ങളെ ഞങ്ങൾ അങ്ങനെ ആരും, നമ്മളിൽപ്പെട്ട പഴയ ആൾക്കാർ ആരും അങ്ങനെ പറയില്ല. പുതിയതായിട്ട് വന്ന ആരെങ്കിലും അങ്ങനെ പറഞ്ഞിരിക്കാം.
നമ്മളെ പഴയ ആൾക്കാരും അങ്ങനെ പറയുന്നവരല്ല. ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ, ഡിമാൻഡുകളൊക്കെ വെക്കുന്നത് പുതിയ ആൾക്കാരായിരിക്കും. പഴയ ആൾക്കാർ ഒരിക്കലും ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ചോദിക്കുകയില്ല. ഇത് ഈ പരിശ്രമത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ശരീരവും സമ്പത്തും ത്യാഗത്തോടുകൂടി അർപ്പിച്ചുകൊണ്ട് പരിശ്രമിക്കുന്നവർക്കൊന്നും കൊടുക്കുകയില്ല. എന്നാൽ ബുദ്ധിമുട്ടിക്കുന്നവർക്ക്, പ്രയാസപ്പെടുന്നവർക്ക് ഏറ്റവും കൂടുതലായിട്ട് കൊടുക്കുകയും ചെയ്യും. ഇത് ഈ പരിശ്രമത്തിൻ്റെ ഒരു പ്രത്യേക രീതിയാണ്. ഇതാണ് ഇതിൻ്റെ രീതി. ഇഹ്സാൻ ചെയ്യുന്നവർക്ക് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക, ബുദ്ധിമുട്ടിക്കുന്നവർക്ക് അവർക്ക് സമ്പത്ത് കൊടുക്കുക, അവർക്ക് മറ്റുപകാരങ്ങൾ ചെയ്തു കൊടുക്കുക. ഇതാണ് നബിയുടെയും സ്വഹാബാക്കളുടെയും ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഉപകാരം ചെയ്യുന്നവർക്ക് ജോലി ഏൽപ്പിക്കുക, ഉപദ്രവിക്കുന്നവർക്ക് അവർക്ക് കൂടുതലായിട്ട് ഭൗതിക വസ്തുക്കൾ കൊടുക്കുക. ഇങ്ങനെ വന്ന് കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് വീണ്ടും വീണ്ടും ജോലിയിൽ കൊടുത്തുകൊണ്ടേയിരിക്കുക, ഉപദ്രവിക്കുന്നവർക്ക് ഉപദ്രവകരമായ സമീപനം ചെയ്യുന്നവർക്ക് കൂടുതലായിട്ട് ഭൗതികമായിട്ടുള്ള വസ്തുക്കൾ കൊടുത്തു വിടുക. ഇത് ഈ മാർഗത്തിലെ ഒരു പ്രത്യേക രീതിയാണ്. ഈ സ്ഥലത്ത് വന്നിട്ടാണ് ഓരോരുത്തരും, ഈ ഘട്ടത്തിലെത്തുമ്പോഴാണ് ഓരോരുത്തരുടെയും പാദങ്ങൾ ഇളകിപ്പോകുന്നത്. നമ്മൾ ഇത്രയെല്ലാം ചെയ്തിട്ടും നമുക്കൊന്നും കിട്ടിയില്ല എന്നുള്ള പരാതിയുടെ ആ അവസ്ഥയിലേക്ക് മാറുന്നത് ഈ ഘട്ടത്തിലെത്തുമ്പോഴാണ്. നമ്മൾ ഇത്രയും കാലമെല്ലാം പരിശ്രമിച്ചിട്ടും നമുക്കൊന്നും കിട്ടിയില്ല എന്നുള്ള പരാതി ഉണ്ടായിത്തീരും. ഇങ്ങനെയുള്ള ആൾക്കാർ രാവും പകലും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിക്കൊണ്ടിരിക്കും. അവർക്കൊരു ഉറപ്പുണ്ടായിരിക്കുകയില്ല, ഒരു ഇസ്തിഖാമത്ത് അവർക്ക് കിട്ടുകയില്ല. ഒരു വശത്ത് നിൽക്കുമ്പോഴത്തേക്കും അവിടെ നിന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടായി, പരാതി ഉണ്ടായി, ഉടൻ തന്നെ അവിടെ നിന്ന് മാറി മറ്റു വശത്തേക്ക് പോകും. അവിടെ നിന്ന് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടായി, ഉടൻ തന്നെ അവിടെയും പരാതികൾ പറഞ്ഞുകൊണ്ട് മറ്റു വശത്തേക്ക് പോകും. ഈ നിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിക്കൊണ്ട് നിൽക്കും.